റഫീഖ് തിരിച്ചു വരാം. പ്രിന്റു മഹാദേവ്, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. ജീവിക്കാൻ വേണ്ടിയുള്ള അവകാശത്തിന് വേണ്ടി ഞങ്ങൾക്കും ജീവിക്കാൻ അവകാശമുണ്ട്, ഞങ്ങളും ഈ നാട്ടിലെ പൗരന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രാമം എന്ന് തന്നെ പറയാവുന്ന ഇന്ത്യയുടെ ഹൃദയം എവിടെയാണ് എന്ന് ഗാന്ധി പറഞ്ഞുവോ ആ കാറ്റഗറിയിൽ തന്നെ വരുന്ന ഒരു ഗ്രാമപ്രദേശ പോലെയുള്ള ഒരു ജില്ലയിൽ നിന്ന് ജനപ്രതിനിധികളും ദുരന്തബാധിതരും സ്ത്രീകളും ഒക്കെ അടക്കം കുട്ടികളും അടക്കം ഉള്ളവർ എത്തി രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് ഒരു സമരം നടത്തേണ്ടി വരുന്നു, ഒരു സങ്കട സമരം നടത്തേണ്ടി വരുന്നു, ഒരു അവകാശ സമരം മഹാസങ്കടം ചൂഴ്ന്നു നിൽക്കുന്ന തരത്തിൽ നടത്തേണ്ടി വന്നിരുന്നു. എന്തുകൊണ്ട് ഇത്രയും മാസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു രൂപ പോലും കേന്ദ്രത്തിൻ്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞില്ല? പകരം ഒരു കടം കൊടുത്തുകൊണ്ട് അത് മാർച്ച് 31 തീർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരിഹാസ്യമായ നിലയിലേക്ക് എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ എത്തി? കേന്ദ്ര സർക്കാരിൻ്റെ അതിനെ നയിക്കുന്ന BJPയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക്, വക്താവ് എന്ന നിലയ്ക്ക് മാഷെ എന്തു പറയാനുണ്ട്? അല്ല, ഇതിനകത്ത് ഒന്നാമത് ഇന്ന് നമ്മുടെ രാജ്യതലസ്ഥാനത്ത് നടക്കുന്ന രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള സമരം, അതിനപ്പുറത്തേക്ക് കേരളത്തിന് ഒന്നും ലഭിക്കുന്നില്ല എന്നുള്ള പൊതു പല്ലവിയുടെ ആവർത്തനം എന്ന രീതിയിലുള്ള ഒരു ഇരവാദം, ആ ഇരവാദത്തിന് ശക്തി കൂട്ടാൻ വേണ്ടി ഒരു വൈകാരികമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഡൽഹിയിൽ നടത്തുന്ന സമരം, അതിനപ്പുറത്തേക്ക് കേന്ദ്രമൊന്നും തന്നില്ല എന്ന് ഇവിടെ സാമാന്യ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കില്ല. എന്ത് തന്നു? നമുക്കറിയാം, അല്ല പറയാം സാർ. ഇപ്പോൾ സത്യത്തിൽ ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറി അടക്കം നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് 290 ചില്ലാൻ ആളുകൾ സമരം നടത്തുന്ന സമയത്ത് ഈ പാർലമെന്റിനകത്ത് നമ്മുടെ 19 MP-മാരും രാജ്യസഭ MP-മാരും ഉണ്ടായിരുന്നു. എന്താ ഈ ഒരു വൈകാരികമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാൻ പാർലമെന്റിനകത്ത് ഇവർക്ക് സാധിച്ചില്ലല്ലോ? എന്ത് കൊടുത്തു എന്നിടത്ത് പറഞ്ഞിട്ട് അതിലേക്ക് പോകാം. എന്ത് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് താങ്കൾക്ക് പറയാനുള്ള എന്ത് വേണമെങ്കിലും കൂട്ടിച്ചേർക്കാം. വയനാടിന് എന്ത് കൊടുത്തു? ഈ രാത്രിയിൽ വയനാട് ചോദിക്കുന്ന ചോദ്യം, ദില്ലിയിൽ മുഴങ്ങുന്ന ചോദ്യം, താങ്കൾ പറഞ്ഞല്ലോ എത്ര പ്രകോപനപരമായാണ് പറയുന്നത്. ഇതിലേക്ക് വികാരം കുത്തിച്ചേർക്കുകയാണെന്നല്ലേ താങ്കൾ പറഞ്ഞത്? പാർലമെന്റിനകത്ത് ഇത് ഉന്നയിച്ചിട്ടില്ല. അങ്ങനെയല്ല, ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പാർലമെന്റിനകത്ത് ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതിലേക്ക് വരാം. എന്തുകൊണ്ട് 1 രൂപ കൊടുത്തില്ല? ആ ന്യായീകരണം പറയൂ. ആ ന്യായീകരണം പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. പറയൂല. ഞാൻ പറയട്ടെ. അല്ല, ആദ്യം ഇത് പറയട്ടെ സാർ, ഞാൻ പറയട്ടെ. ആദ്യം കുറ്റപ്പെടുത്തൽ, പിന്നീട് പ്രതിരോധം ആവട്ടെ. മന്ത്രി അടക്കമുള്ള പാർലമെന്റിനകത്ത് ആദ്യം പാർലമെന്റിനകത്ത് 19 MP-മാരും രാജ്യസഭ MP-മാരും ഉണ്ടായിട്ട് വയനാട് ദുരന്തത്തെ കുറിച്ച് ഒരക്ഷരം ഇവർ സംസാരിച്ചിട്ടുണ്ടോ? ഒരക്ഷരം സംസാരിച്ചിട്ടില്ലെങ്കിൽ കൊടുക്കില്ല സാർ. ഒരക്ഷരം സംസാരിച്ചില്ലെങ്കിൽ സഹായം കൊടുക്കില്ല. സെൻട്രൽ അല്ല, അങ്ങനെയല്ലല്ലോ. ഇതേ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനും അങ്ങനെയാണല്ലോ നമ്മൾ ജനപ്രതിനിധികളെ അവിടെ ഉന്നയിച്ചു. താങ്കൾ വാർത്തകളൊന്നും കാണാറില്ലേ? വിജയിപ്പിച്ചിട്ട് അവിടെ ഉന്നയിച്ചു. കോൺഗ്രസിന്റെ പ്രതിനിധികള്, CPM-ന്റെ പ്രതിനിധികൾ അടക്കമുള്ള ഇല്ല സാർ, നിങ്ങൾ പാർലമെന്റിനകത്തുള്ള നിങ്ങൾ ചർച്ചകളുടെ സഭാരേഖകൾ നിങ്ങൾ പരിശോധിക്കൂ. എന്തിന് സഭാരേഖ പരിശോധിക്കണം? ഞങ്ങൾ മാധ്യമ പ്രവർത്തകരല്ലേ, ഞങ്ങൾക്കറിയാം. ഇത് ഒരു പ്രശ്നം ഉന്നയിക്കുമ്പോൾ ഒരു അസത്യ പ്രസ്താവന നടത്തുക, പിന്നെ അതിലേക്ക് ചർച്ച പോകും. അതാണ് രീതി. ഞാൻ വീണ്ടും ചോദിക്കുന്നു, താങ്കൾക്ക് എന്തും പറയാം, താങ്കൾക്കുള്ള സമയത്ത് എന്തും പറയാം. എന്തുകൊണ്ട് 1 രൂപ പോലും കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് താങ്കൾക്ക് ആർജവമുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ആ ചെയ്തിയെ ന്യായീകരിച്ചിട്ട് മുന്നോട്ട് പോകും. പ്രധാനമന്ത്രിയുടെ വസതിയേക്കാൾ കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള സമരം നടത്തേണ്ടിയിരുന്നത് പാർലമെന്റ് മന്ദിരത്തിനകത്തല്ലേ? പാർലമെന്റ് മന്ദിരത്തിനകത്ത് ഇത് സമരം ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവിടെ ചർച്ചകൾക്കുള്ള ഉത്തരം കിട്ടും. ആ ഉത്തരത്തെ ഭയന്നുകൊണ്ടാണ് ഇവർ അവിടെ പോയിട്ട് ഒരു അക്ഷരം പോലും, ഒരു ചോദ്യം പോലും ചോദിക്കാതിരുന്നത്. സാർ, ഇവിടെ മനസ്സിലാക്കേണ്ടത്, വയനാട് ദുരന്തത്തിന് ശേഷം മാത്രം, അതായത് 529 കോടി രൂപയുടെ പലിശരഹിത വായ്പ അല്ലാതെ 298 കോടി രൂപ STRF ഫണ്ട് കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. അതെല്ലാ ദുരന്തങ്ങൾക്കും വേണ്ടി കൊടുക്കുന്നതല്ലേ? വയനാടിന് പ്രത്യേകമായിട്ട് ചോദിച്ചില്ലേ? വയനാടിന് പ്രത്യേകമായിട്ട് ചോദിച്ചിട്ടില്ലേ? 2219 കോടി രൂപ പ്രത്യേക സഹായമടക്കം ഇനം തിരിച്ച് NDRF, PDNA അത് ചോദിച്ചില്ലേ? അദ്ദേഹം പറഞ്ഞത് താങ്കൾ കേട്ടില്ലേ? അവിടത്തെ ദുരന്ത ബാധിതരുടെ കടമെങ്കിലും എഴുതിത്തള്ളാൻ
എഴുതിത്തള്ളാൻ ഒരു ഒപ്പിടാൻ നരേന്ദ്രമോദിക്ക് കൈപേരുന്നില്ലേ? ഞാൻ പറയട്ടെ, അതാണ് ചോദ്യം. ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ മെമ്മറാണ്ടം സമർപ്പിക്കുന്നത് വൈകിപ്പിച്ചത് മുതൽ ഇന്ന് വരെ CPM നടത്തുന്ന ആസൂത്രിതമായൊരു സമരമുണ്ട്. അവരുടെ ഉദ്ദേശം അവിടുത്തെ വയനാട്ടിലെ ജനങ്ങളുടെ സേവനമൊന്നുമില്ല സാർ. അതിനകത്തും രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് വയനാട്ടിലെ പുനരധിവാസത്തെ ഏതൊക്കെ രീതിയിൽ അട്ടിമറിക്കാനുള്ള ശ്രമമായിട്ടാണ് CPM പോകുന്നത്. ഞങ്ങൾക്ക് അന്നേ സംശയത്തിന്റെ നിഴലിലായിരുന്നു ഈ വയനാട്ടിലെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട്. വയനാട് ദുരന്തമായിട്ട് ഞാൻ പറയുന്നത് 728 കോടി അല്ല ബോധ്യമുണ്ട് സാർ. ഞാൻ പറയാം, 728 കോടി STR ഫണ്ട് ഉണ്ട്, 610 കോടിയോട് രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കിട്ടിയിട്ടുണ്ട്, 523 കോടി രൂപ പുനരധിവാസത്തിൽ നമ്മുടെ അവിടെ നമുക്കിപ്പോൾ വായ്പരഹിതമായിട്ടുള്ള പണം കിട്ടിയിട്ടുണ്ട്, 2000 കോടി രൂപയോളം സാർ. നിങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞതുപോലെ നിങ്ങൾ ആദ്യം പണി ആരംഭിക്കൂ, അതിൽ 75% ചെലവാക്കൂ, എന്നിട്ട് ഞങ്ങൾ പറയാമെന്ന് ഹൈക്കോടതി പറഞ്ഞത് സാർ. നിങ്ങൾ ഇപ്പൊ അത് ഹൈക്കോടതി അതിന്റെ അതിരുവരെ പറഞ്ഞു നിർത്തി. ഹൈക്കോടതിയിൽ എന്താണ് കേന്ദ്രം പറഞ്ഞത് എന്ന് എല്ലാവർക്കും അറിയാം. ഹൈക്കോടതി എന്തുകൊണ്ടാണ് കേന്ദ്രത്തിനെതിരെ ഒന്നും പറയാത്തത് എന്നും അറിയാം. അന്ന് ഹൈക്കോടതി കൃത്യമായി നിരീക്ഷിച്ചിട്ട് പറഞ്ഞല്ലോ സംസ്ഥാന സർക്കാരിനോട് 75% പണം നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾ ചെലവഴിക്കൂ, ബാക്കി കാര്യത്തിൽ ഞങ്ങൾ കൃത്യമായി ഇടപെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾക്ക് ഇത് വ്യാപകമായിട്ടുള്ള അഴിമതിക്കുള്ള ഒരു ഒരുക്കുകൂട്ടലാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ടായിരുന്നു സാർ. അതുകൊണ്ടാണല്ലോ ഇപ്പൊ നോക്കൂ, ഈ വയനാട് ദുരിതവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, അവിടെ വയനാട് സർവേ റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി ഏൽപ്പിച്ചുള്ള ഏജൻസി ഊരാളുങ്കൽ സൊസൈറ്റിയാണ്. നമ്മൾ മനസ്സിലാക്കണം. 2, കിഫ്ബിയുടെ കിഫ്കോൺ എന്ന് പറയുന്ന ഒരു കരാറടിസ്ഥാനത്തിൽ ഒരു ഏജൻസിക്കാണ് അതിന്റെ കരാർ കൊടുത്തിട്ടുള്ളത് സാർ. അപ്പൊ നമുക്ക് മനസ്സിലാവുമല്ലോ ഇതിന്റെ ഈ CPM-കാരുടെ ജാഗ്രതയും ഈ ഫണ്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് കേന്ദ്രത്തിന് ഇനിയും വയനാട്ടിലുള്ള